ഹായ് ഹലോ. ഇന്ന് നല്ല തിരക്കുള്ള ഒരു ദിവസത്തെ വിശേഷമാണ് നിങ്ങളോട് പറയുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് 2 കുട്ടി ഗസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണം. കുഞ്ഞു മക്കളാകുമ്പോൾ അവർക്ക് നെയ്ച്ചോറ്, ബിരിയാണി, ചിക്കൻ അതേപോലുള്ള ഐറ്റംസൊക്കെ ആണല്ലോ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ രാവിലെ ഞാൻ കിച്ചണിൽ ചെന്നപ്പോൾ തന്നെ അമ്മയും പാറും അതിനുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാനും അവരുടെ കൂടെ ജോയിൻ ചെയ്തു. എനിക്ക് ഈ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണത്. ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാക്കി സ്പെഷ്യലായിട്ട് കൊടുക്കുമ്പോൾ അതിലേറെ സന്തോഷം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻസി പീരീഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നുമ്പോൾ കുറച്ചുകൂടെ സന്തോഷം. അത് എല്ലാവർക്കും കൂടെ കൊണത്തിച്ചിരിച്ചിരി കൊടുത്ത് അവരുടെ ആ ഒരു ഫീഡ്ബാക്ക് കൂടി അറിയും, അതിലേറെ സന്തോഷം. അങ്ങനെയുള്ള പണിയെല്ലാം ഒരു സൈഡിൽ കൂടെ തകൃതിയായിട്ട് നടക്കുക. ഞാനിവിടെ ചെയ്യുന്ന ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആദ്യം ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം മസാലകളെല്ലാം കൂടെ എണ്ണയിലൊന്ന് മൂപ്പിച്ച് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കനെ കുറച്ച് സമയം വെച്ചതിന് ശേഷമാണ് ഞാൻ കറി വയ്ക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നമ്മുടെ അടുക്കളയിലെ പരിപാടികളൊക്കെ ഏകദേശം അവസാനിക്കാറായപ്പോൾ തന്നെ നമ്മുടെ ഗസ്റ്റുകളും എത്തിയിട്ടുണ്ട്. നമ്മുടെ 2 കുഞ്ഞു മക്കളാണ്, അപ്പച്ചിയുടെ കൊച്ചുമക്കളാണ് കേട്ടോ. അങ്ങനെ അപ്പച്ചിയും ചേട്ടനും മക്കളും കൂടിയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും കൂടി നമ്മളിരുന്ന് കുറേ നേരം സംസാരിച്ചു. പിന്നെ മക്കൾക്ക് ചോറൊക്കെ കൊടുത്തു. അവരുടെ കുറച്ച് ഡാൻസും പാട്ടും പെർഫോമൻസൊക്കെ കണ്ട് പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളത് എൻ്റെ കെട്ടിയോനെന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയും കൂടിയുണ്ട്. പുള്ളിക്കാരനിന്ന് വരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വേറൊരു അപ്പച്ചിയുടെ ഫാമിലി എല്ലാവരും കൂടി ഇന്ന് പഴനിയിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടായിനെയും കൂടെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ 3 മണിയാകുമ്പോൾ അവരെത്താനാണ് പറഞ്ഞത്. ചേട്ടായി എത്തിയപ്പോൾ തന്നെ 2 മണിയായി. അപ്പോൾ 3 മണിയാകുമ്പോൾ പുള്ളിക്കാരൻ ഇനി പോകണമല്ലോ എന്നുള്ള സങ്കടത്തിലാണ് ഞാൻ ഇരുന്നത്. പക്ഷെ നല്ല പഞ്ച്വാലിറ്റി കൂടിയ ആൾക്കാരായതുകൊണ്ട് അവരെത്തിയപ്പോൾ തന്നെ 6 മണി 6:15 6:45 ആയിന്ന് തോന്നുന്നു. അങ്ങനെ അവരെത്തി. അതിൻ്റെ കൂടെ നല്ല കൊടൂരമായ മഴയും നടക്കുക. അതുകൊണ്ട് ഞാൻ മാക്സിമം അമ്മേനെയും ചേച്ചീനെയും എല്ലാം സോപ്പിട്ട് ഈ ഒരു യാത്ര പിറ്റേ ദിവസത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ചേട്ടായി വന്ന ഉടനെ പറഞ്ഞു വിടാനൊരു മൈൻഡൊന്നും സെറ്റാവുന്നില്ല, അതാണ് കാര്യം. പക്ഷേ എൻ്റെ പ്ലാനുകളൊന്നും വർക്കൗട്ടായില്ല. രാത്രി 7:30 8 മണിയോടുകൂടി അവരെന്തായാലും പോയി. പക്ഷേ ചെറിയ മാറ്റം, അച്ഛനും കൂടെ ജോയിൻ ചെയ്തു. ചേച്ചിയും മോളും പോകുന്നില്ല. അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അപ്പച്ചി എന്തായാലും വന്നതിൻ്റെ കൂട്ടത്തിൽ നല്ല വാഴയിലയിൽ പൊതിഞ്ഞ തട്ട് ദോശയും ചമ്മന്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാറു അതിൻ്റെ കൂടെ രാവിലെ അമ്മ ഉണ്ടാക്കി നല്ല ഗ്രീൻ പീസ് കറിയും കൂടി എടുത്തിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് സന്തോഷമായിട്ട്